സത്യം പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ മൂട്ടി തീയിട്ടതുപോലെ ഓട്ടമാണ് എല്ലാവരും. ആർക്കാണ് പകിട്ട് കൂടുതലും നമ്മൾ അറിയണമെങ്കിൽ അവനവന്റെ കണ്ണിത്തൂടെ തന്നെ നോക്കണം. പ്രിലിംസിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോഴ്സ് ഏത് വേണം തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മൾ തുടക്കത്തിലെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ പറയുന്ന കാര്യമാണ്, രണ്ട് വള്ളത്തിൽ ചവിട്ടിയുള്ള യാത്ര അപകടമാണ്. ഈ ഒരു സീരീസ് ഫുൾ എടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മുടെ മാർക്ക് എത്രയുണ്ട്, നമ്മുടെ മുകളിൽ എത്ര പേരുണ്ട്, നമ്മുടെ താഴെ എത്ര പേരുണ്ട് അല്ലേ, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്താണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലും ഇനി എങ്ങനെ പഠിക്കണം, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നത് മാത്രമാണ്. അടുത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മൾ മെയ് 2 കഴിയുമ്പോൾ പറയും. നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ സാർ, എല്ലാവരും ചൂട് പിടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ മൂട്ടി തീയിട്ടതുപോലെ ഓട്ടമാണ് എല്ലാവരും. പ്രിലിംസ് ആകാറായി. മെയ് 2 ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് എക്സാം വരികയാണ്. സാർ, നമുക്ക് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ മെയ് 2 കഴിഞ്ഞിട്ട് പിന്നെ എന്നതാണ് നമ്മുടെ ചോദ്യം. അതായത് നമുക്ക് മുന്നിൽ 3 മെയിൻസ് ഉണ്ട്. SI മെയിൻസ് ഉണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസും ഉണ്ട്. നമ്മൾ SBCID മറക്കരുത്. SBCID മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് SBCID ആണ്. അപ്പൊ 4 കൊമ്പന്മാരെ നമ്മൾ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആർക്കാണ് പകിട്ട് കൂടുതലും നമ്മൾ അറിയണമെങ്കിൽ അവനവന്റെ കണ്ണിത്തൂടെ തന്നെ നോക്കണം. ആർക്കാണ് നമുക്ക് ഏതിലാണോ പകിട്ട് തോന്നുന്നത് അതിലേക്ക് പോകാം, നമ്മുടെ പ്രിലിംസിന്റെ മാർക്ക് അനുസരിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലക്ഷ്യം. വേറൊന്നുമല്ല, പ്രിലിംസിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോഴ്സ് ഏത് വേണം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മൾ തുടക്കത്തിലെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ പറയുന്ന കാര്യമാണ്, രണ്ട് വള്ളത്തിൽ ചവിട്ടിയുള്ള യാത്ര അപകടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു വള്ളം ഏതിലാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് ഇപ്പോഴേ തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടെ സഹകാരി ഒരുക്കുകയാണ്. അതെങ്ങനെയാണ് മനസ്സിലായി? അതായത് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ട് എല്ലാ ഏരിയ വെച്ച് നമ്മൾ 100 മാർക്കിന് ഒരു ടെസ്റ്റ് സീരീസ്, 30 ടെസ്റ്റ് സീരീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് 2 നമ്മൾ എക്സാം എഴുതുന്നു, നമ്മുടെ മാർക്ക് നോക്കുന്നു. പിന്നെ നമ്മൾ പല ചാനലിലും കയറി കട്ട് ഓഫ് പ്രഡിക്ഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകാറുണ്ട്, നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം SBCIDയും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയർന്നിരിക്കും. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് താഴ്ന്നിരിക്കും. കാരണം നമുക്ക് മുൻകൂട്ടി ഒരു വിഷൻ കിട്ടും, നമുക്ക് ഏത് ഇപ്പോഴേ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഈ ഒരു സീരീസ് ഫുൾ എടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മുടെ മാർക്ക് എത്രയുണ്ട്, നമ്മുടെ മുകളിൽ എത്ര പേരുണ്ട്, നമ്മുടെ താഴെ എത്ര പേരുണ്ട് അല്ലേ, ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ സീരീസിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, താഴത്തെ ഒരു സ്ക്രോൾ ഉണ്ടായിരിക്കും, ആ സ്ക്രോളിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. ഫോൺ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് കൊടുത്താൽ മാത്രം മതി. ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം 2 എഴുതാൻ പറ്റുന്നവർക്ക് 2 എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ പറ്റുന്നത് നമ്മുടെ ഒരു നിലവാരം കൂടി നമുക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മൾ ഇത്രയും നാളായിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൽ പല അപാകതകളും ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, വളരെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എക്സാം എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അപ്പൊ നമ്മൾ ഏത് പഠിക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഈ മെയ് 2 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം സമയമില്ല. ഓഗസ്റ്റ് ഒക്ടോബറിന് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് മെയിൻസ് വരും. നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടി ഇപ്പോഴേ ഡിലേ വരരുത്. അപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് എഴുതി ഉറപ്പിക്കുക, ഞാൻ ഇതാണ് നോക്കുന്നത്. അപ്പോൾ കട്ട് ഓഫിന്റെ ഒരു ഏകദേശം പ്രൊഡിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ മിക്ക എല്ലാവരും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റിലുണ്ടായിരിക്കും, അത് ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്ത് മാർക്ക് നിങ്ങൾക്ക് ഒരു മീഡിയം കുറവാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. ഒന്നാം. രണ്ടാമത്തെ കാര്യം, കുറച്ചും കൂടെ കട്ട് ഓഫ് ഉയർന്നു നിൽക്കുന്നത് കൂടുതൽ അതായത് കുറച്ചും കൂടെ കട്ട് ഓഫ്, അതായത് ഒരു ലെവൽ കഴിഞ്ഞു. ഇപ്പോൾ 45 കട്ട് ഓഫ് ആണെന്ന് വെച്ചോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 50-55 പ്രതീക്ഷിക്കാം അല്ലേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 50-55 ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 600ഓളം വേക്കൻസി വരുന്നുണ്ട്, മറ്റിടത്ത് 10,000-4,000 വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും. ഏകദേശം SI എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഉയർന്നിരിക്കാനാണ് സാധ്യത അല്ലേ. ചിലപ്പോൾ അതിനൊരു ഏകദേശം ഈക്വൽ ആയിട്ടുള്ള കട്ട് ഓഫ് ഒരു പക്ഷേ വരാം. പിന്നെ വരുന്നത് നമുക്ക് SBCID. അത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാറായിട്ടില്ല. കാരണം PSC ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലിസ്റ്റിൻ്റെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ഇത്രയും ലിസ്റ്റുകളുടെ കൂടെ വരുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. NJD വരാൻ സാധ്യതയുണ്ട്. അതായത് SBCID അത് നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ SBCID വിട്ടിട്ട് അയാൾ ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി PSC ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ കട്ട് ഓഫ് കുറയാം കേട്ടോ.
അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും ഉൾപ്പെടാൻ പോകുന്ന ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? കമ്പനി കമ്പനി ബോർഡ് തന്നെയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന സാധനം SIയും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെവൽ എവിടെ നിൽക്കുന്നു, ബിലോ ഒരു ആവറേജ് ആ ലെവൽ ഒരു 45 to 50 ആ റേഞ്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? കമ്പനി ബോർഡിന് വേണ്ടി പഠിക്കും. കമ്പനി ബോർഡിന് വേണ്ടിയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അവിടെ നമുക്ക് വരുന്നത് ചിലർ നമുക്ക് എന്തായാലും പ്രിലിംസ് ഡേറ്റ് May 2 നമുക്ക് കഴിയാണ്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു ജൂൺ കഴിയും, ജൂലൈ അടുപ്പിച്ചാവും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് നമുക്ക് മെയിൻസ് ആണ്, നമ്മുടെ കയ്യിൽ ടൈമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും നമ്മൾ പ്രിലിംസ് പാസ്സാവുകയാണ്, അവിടെ നമ്മൾ ചെയ്യേണ്ടത് ചാഞ്ചാട്ടം. നമുക്കിനി ഇത് വേണ്ട, ഞാൻ ക്വാളിഫൈ ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കൂടാ, അങ്ങനെ നിങ്ങൾ ഓടി പോകരുത്. അങ്ങനെ പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ രണ്ടിലും പെടാതെ പോയാൽ നമുക്ക് അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല. കാരണം സാർ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, സിലബസിലെ വ്യത്യാസമാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കാണ് യൂണിവേഴ്സിറ്റി വരുന്നത്? 13 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. നമുക്കിപ്പം എക്സ്ട്രാ അതിൽ വരുന്നത് തന്നെയും ആ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ കൂടിയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അവിടെ വേരിയേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ പലരും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 13 മാർക്കിന്റെ വ്യത്യാസം മാത്രമാണല്ലോ ഉള്ളത്, നമുക്ക് റിസൾട്ട് വന്നിട്ട് അത് മാത്രം പഠിക്കാം എന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അത് മാത്രം പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിവിഷനാണ്. നമ്മുടെ റിവിഷൻ അവിടെ നിന്ന് പോകും. നമ്മൾ ഏകദേശം ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രം ഒരുപക്ഷെ നമ്മൾ ഒതുങ്ങിപ്പോകും. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമുക്ക് ഉത്തരത്തിലിരിക്കുന്നതിലോ അതും കിട്ടിയില്ല, കഷ്ടത്തിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റിൽ നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസിന് ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക. മെയിൻസിന് വേണ്ടി സാഗറിന്റെ പ്ലാൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ പറയരുത്, നമ്മൾ പറയില്ല. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിധി കരുതി വെച്ചിട്ടുണ്ട്. നിധി അബ്സല്യൂട്ട് നിധി തന്നെയാണ്. അത് നിങ്ങൾ ഞെട്ടിക്കും, സഹകാരി ഞെട്ടിച്ചിരിക്കും. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് 5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അതായത് ഏകദേശം ഒരു 30ഓളം 1ാം റാങ്കുകൾ കേരള PSC പരീക്ഷകളിൽ 30ഓളം 1ാം റാങ്കുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഇറങ്ങുമ്പോഴത്തേക്കും അതൊരു ഇറക്കം തന്നെയാണ്, ഔട്ട്സ്റ്റാൻഡിങ് എൻട്രി തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായിരിക്കും. അപ്പോൾ നിങ്ങളോടൊപ്പം ഒപ്പമൊന്നല്ല, നിങ്ങളുടെ മുന്നേ സഹകാരി ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് സാർ ഓൾറെഡി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എൻ്റെ അടുത്തിരുന്ന് സാർ നമ്മുടെ റിസർച്ച് വർക്കുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക്, അതായത് ഒരു കുട്ടിയല്ല, നമ്മുടെ കൊളീഗ്, നമ്മുടെ ഒരു റിസർച്ച് അസിസ്റ്റന്റിന് റിസർച്ച് ചെയ്യാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ അടുത്തിരുന്ന് ഞാൻ ചോദിക്കാൻ, ബയോളജി ആയിരുന്നു, എടാ നീ പഠിച്ച് നീ ഡോക്ടർ ആവൂ. കാരണം സാർ അത്രയും ആഴത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ചവറൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരിക്കലും കണ്ടന്റ് കൂട്ടിത്തന്ന് ബുദ്ധിമുട്ടിക്കാനല്ല, പക്ഷേ എവിടെ ടച്ച് ചെയ്യണോ അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ആവട്ടെ, ജനറൽ ടോപ്പിക്കിൽ നമുക്കിപ്പോൾ 6 മാർക്കിനാണ് ലൈഫ് സയൻസ് വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അവിടെ വ്യത്യാസമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുമ്പോൾ അത് 3 മാർക്കായിട്ട് കുറയാണ്. എന്നാലും ആ ലൈഫ് സയൻസ് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിടുന്നൊരു മേഖലയാണ് പലരും. 3 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് അത് കുറേ ഉണ്ട്. അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ NCERT 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങളിൽ പോലും ഇല്ലാത്ത ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം നമ്മൾ പല റൂട്ട്സും കണ്ടെത്തിയിട്ടുണ്ട്. ആ റൂട്ട്സിലേക്ക് ഇറങ്ങി ആ റൂട്ട്സിൽ നമ്മളത് എന്താ പറയുക, വേര് എന്ന് വെച്ചാൽ ഒരു പേരും പൊട്ടിപ്പോകാതെ കംപ്ലീറ്റ് ആയിട്ട് പിഴുതെടുത്താണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സെലിബ്രേഷൻ തന്നെ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത് May 1 May 2 തൊട്ട്. ഇപ്പം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ടെസ്റ്റ് സീരീസ് കാണുക, നിങ്ങൾ ഏതാണോ പഠിക്കാൻ ഉറപ്പിക്കുന്നത് അത് ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക. അപ്പം അത്യാവശ്യം നല്ല മാർക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ തന്നെ നോക്കുക. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കമ്പനി ബോർഡും കൂടെ ട്രൈ ചെയ്ത് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അല്ലേ, നിങ്ങൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അത് തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് തന്നെ പഠിക്കുക. ഇപ്പോഴും സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചു തുടങ്ങാം, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല, നമ്മൾ കട്ട് ഓഫ് ബ്രേക്ക് ചെയ്ത് നമ്മൾ കട്ട് ഓഫ് കടന്ന് നമ്മൾ ആ ഒരു പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലും ഇനി എങ്ങനെ പഠിക്കണം, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നത് മാത്രമാണ്. അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മൾ May 2 കഴിയുമ്പോൾ പറയും. ഗ്രാൻഡ് ഫിനാലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഉണ്ടാകും, നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് എത്താൻ പറ്റും. സാർ, മറ്റൊരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മുടെ ആപ്പിൽ ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് സീരീസ് പോകുന്നുണ്ട് നമ്മുടെ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക്.
അപ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്കാരി 5 ടെസ്റ്റ് സീരീസ് ചെയ്തു. അപ്പോൾ ഈ 5 ചെയ്തപ്പോഴും മാർക്ക് കുറച്ച് ഡള്ളാണ്. അപ്പോൾ ഭയങ്കര നിരാശയാണ്, ഇത്രയും പഠിച്ചിട്ടും മാർക്ക് കുറച്ച് ഡള്ളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാനുള്ളത് 5 ചെയ്തു, നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങൾ 10 എത്തുമ്പോൾ നിങ്ങൾ ആ 10 മാർക്ക് നിങ്ങൾ നോക്കുക, ഉറപ്പായിട്ടും അവിടെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് തന്നെയായിരിക്കും. ആ ഗ്രോത്ത് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിലൂടെ മാത്രമല്ല ഇവിടെ നമുക്ക് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യണ്ടേ. നിങ്ങളെ ശരിക്കുള്ള മാർക്കിനേക്കാളും കുറച്ച് താഴ്ന്നിരിക്കും, കാരണം ഒത്തിരി ടൈറ്റ് ആയിരിക്കും പരീക്ഷ. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ടെസ്റ്റ് സീരീസിലൂടെ കിട്ടും. അപ്പോൾ നമുക്ക് മെയ് 2 ചെന്നിരുന്ന ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലാണോ, അത് ഇനി എൻ്റെ സ്റ്റേജ് ആയിരിക്കുമോ പാട്, അത് എനിക്കാണോ എളുപ്പം, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് എന്താ പറയുക, നമ്മളിങ്ങനെ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നല്ലേ, അങ്ങനെ ആനയെ എടുക്കാൻ തന്നെ റെഡി ആയിട്ട് പോയി ഇരിക്കുക. അത്രേ ഉള്ളൂ. പോയിട്ട് വരെ മക്കളെ, ബാക്കിൽ നമ്മളുണ്ടായിരിക്കും. അതുപോലെ അന്ന് പരീക്ഷയുടെ വൈകുന്നേരം അല്ലേ, വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവിലായിരിക്കും നമ്മുടെ ഗ്രാൻഡ് പ്രോഗ്രാംസ് എല്ലാം അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അന്ന് വൈകുന്നേരം തന്നെ സഹകാരി ചാനലിലേക്ക് ട്യൂൺ ചെയ്യുക. പോയി ഫസ്റ്റ് ടേം എഴുതിയിട്ട് പോവാ. ബാക്കി 2 ടേമും നമുക്ക് ജൂണിൽ തന്നെ നടക്കും. ഡേറ്റ് വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ അറിയിക്കുകയാണ്.